ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗൈസ് നമ്മുടെ ഈ ഒരു മോഡിഫൈഡ് ലംബോർഗിനിയുടെ കാറില്ലേ, ഈ കാറ് നമ്മൾ നമ്മുടെ GTA 5 മാപ്പിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടിച്ചു പോകാൻ പോവാണ്. ഇതാണ് നമ്മുടെ GTA 5 മാപ്പ്. ഇതിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് ഏറ്റവും അടിവശം വരെ നമ്മൾ കാറ് ഓടിച്ചു പോകാൻ പോവാണ്. കുറേ തട്ടലും മുട്ടലും എല്ലാം കൂടെ കൂട്ടി എത്ര സെക്കൻഡ്സ് എടുക്കുമെന്ന് നമ്മൾ നോക്കും. അപ്പം നിങ്ങൾ എത്ര സെക്കൻഡ്സ് എടുക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേക്കുക ഗൈസ്. പ്രെഡിക്റ്റ് ചെയ്യുക. ലാസ്റ്റ് പോയി കണ്ടിട്ടല്ല, നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ശരിയായത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നൈറ്റ് ആവും. അതുകൊണ്ട് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. നെക്സ്റ്റ് ഡേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ മിഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ആദ്യം ഒരു അറ്റത്തോട്ട് പോയിട്ട് വേണം നമുക്ക് കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല പാടാണ്. ഇതൊന്നും ടൈമിങ് കൂട്ടുന്നില്ല, നമ്മൾ അങ്ങേയറ്റത്ത് ചെന്നിട്ട് നമ്മൾ ടൈമിങ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾ പോകുന്ന വഴിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പോവാം ഗൈസ്. നല്ല തെന്നലുണ്ട്. ഓയ്യോ, ഇടിച്ചില്ല. നമ്മുടെ വണ്ടി ഏകദേശം പണിയൊക്കെ ആയി. ഏതായാലും നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറണ്ട. ഇങ്ങോട്ടല്ല, നമുക്ക് വേറൊരു സൈഡുണ്ട് ഗൈസ്. അങ്ങോട്ട് കയറ്റണം. അങ്ങോട്ട് കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും അറ്റത്തോട്ട് പോകുന്നത്. ഇതിലെയാണ് ഗൈസ്. GTA 5 കളിക്കുന്നവരൊക്കെ ഈ ഒരു വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ GTA 5 മാപ്പിൻ്റെ ഇങ്ങേയറ്റത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിലേ ഇങ്ങനെ എടുത്തിട്ട് അങ്ങേയറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ GTA 5 ഏറ്റവും അറ്റം. ഇവിടെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ മാപ്പിൻ്റെ തന്നെ ഏറ്റവും അറ്റത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അറ്റം എന്ന് പറയുന്നത് നമുക്ക് ബീച്ചിലോട്ടൊക്കെയാണ്, എന്നാലും റോഡ് വൈസ് നോക്കുവാണെങ്കിൽ ഇതാണ് ഏറ്റവും അറ്റം GTA 5. പിന്നെ അവിടെ എന്തുകൊണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അറ്റത്ത് പോകണം. ഇങ്ങേറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ. അപ്പോൾ നമുക്ക് ഏതായാലും മാർക്ക് ചെയ്തിട്ടേക്കാം അവിടെ തന്നെ. റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഓഫ് റോഡൊന്നും എടുക്കുന്നില്ല, കാരണം സൂപ്പർ കാറാണ് ഗേസ്. നല്ല സ്പീഡൊക്കെ ഉള്ള. അപ്പോൾ ഏതായാലും നമുക്ക് കയറിയിട്ട് നമുക്ക് പോവാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് വേറൊരു സംഭവം നമ്മൾ മറന്നുപോയി. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ കാര്യം നമ്മൾ വിട്ടുപോയി. അതിനു വേണ്ടിയാണല്ലോ ഗൈസ് നമ്മൾ ഈ ഒരു കാർ മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ വന്നത്. എത്ര സെക്കൻഡ്സ് എടുക്കും? 3, 2, 1 ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ്സ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം ഗൈസ് എത്ര സെക്കൻഡ്സ് എടുത്തെന്ന്. ഈ വീഡിയോക്കകത്ത് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമുക്ക് ഏതായാലും കാണിച്ചു തരാം ഗൈസ്. ലാസ്റ്റ് കാണിച്ചു തരാം എത്ര സെക്കൻഡ്സ് എടുത്തെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും മഴയെല്ലാം പോയി, നല്ല രീതിക്ക് വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡിൽ തന്നെ പോവാം ഗൈസ്. നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, സൂപ്പർ കാർ ആയത് കാരണം. ഏകദേശം നല്ല സ്പീഡുണ്ട്. പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ് നിങ്ങൾ ഇടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. മോഡാണെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാം ഗൈസ്. ചിലപ്പോഴേ പറ്റത്തുള്ളൂ. GTA 5 കാർസാണ് മോഡിഫൈ ചെയ്തതും ചെയ്യാത്തതൊക്കെ കുറേ കാർസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ എത്ര സെക്കൻഡ്സ് എടുക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാർ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഈ കാറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു ചലഞ്ച് ആവും ഗൈസ്. അപ്പോൾ ഏതായാലും നിങ്ങൾ മാക്സിമം വണ്ടികളൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മളത് കൊണ്ടുവരാൻ നോക്കാം. GTA 5 അത് മോഡിഫൈ ചെയ്യണോ ചെയ്യണ്ടേന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് അങ്ങനെയും കൂടെ ചെയ്യാം. ഇതിപ്പോൾ മോഡിഫൈഡ് കാറാണ്, പിന്നെ നല്ല സ്പീഡുള്ള കാറും കൂടെയാണ്. റേസിംഗ് കാറാണിത്. അങ്ങനെ ഗൈസ് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കട്ട റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ GTA 5 മാപ്പിൻ്റെ എൻഡിങ് വരുന്നത്. ഇടിച്ച്. ഏതായാലും നമുക്ക് ഇനി ആ ഒരു ബീച്ചിലോട്ട് ഇറക്കണം. ബീച്ചിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഞാൻ എപ്പോഴും വരുന്ന ബീച്ചൊക്കെയാണ്, പക്ഷേ നമ്മൾ അങ്ങേ അറ്റമില്ലേ എയർപോർട്ടിൻ്റെ അവിടെ ഒന്നും ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും കമൻറ്റ് ചെയ്യുക ഗൈസ് വേറെ കാറൊക്കെ ഉണ്ടെങ്കിൽ. കുറേ പാറയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം പറയുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ആ ഒരു സ്ഥലം കണ്ടോ ഗൈസ്, തല പോലെ ഇരിക്കുന്നത്,
അപ്പോൾ അതേ അങ്ങോട്ട് പോകണം. ദേ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇനി ദേ നമുക്കത് ഇപ്പോൾ വെള്ളത്തിൽ പോയാനെ. ഓക്കെ, നമുക്ക് ഏതായാലും ദേ ഈ ഒരു അറ്റത്തോട്ട് പോവാം. ഇവിടെ ആരും ഇല്ല ഗൈസ്. ഇതാണ് നമ്മുടെ GTA 5 മാപ്പിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചില്ലാട് മൗണ്ടൻ ആണ് ആ പുറകിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തീരെ ഇതില്ലല്ലോ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ എടുത്തത് എത്ര സെക്കൻഡ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡിഫൈ ചെയ്ത ഒരു അടിപൊളി കാറ് നമ്മൾ ഇത്ര സെക്കൻഡ്സ് കൊണ്ടാണ്. ഓക്കെ, 6.32 സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മൾ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ വേറെ കാർസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് ബീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേറെ വേറെ കാർസ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ 6.32 സെക്കൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം വേറെ വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ബൈ ബൈ.